ഈ പ്രൈവറ്റ് ബസ്സുകളിലെ ജീവനക്കാർ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു ശബ്ദ സന്ദേശം ഇന്നലെ 24 പ്രൈം ടൈം വിത്ത് എസ് കെ എന്ന പരിപാടിയിൽ പുറത്തുവിട്ടു. അത് സത്യം ഷോക്കിംഗ് ആയിട്ട് വാർത്തയായിരുന്നു. മയക്കുമരുന്ന് കഴിച്ചും കഞ്ചാവ് അടിച്ചും സ്വബോധമില്ലാതെ ആളുകൾ വണ്ടി ഓടിക്കുന്നു. പല ലൈസൻസ് ഇല്ലാത്ത ആളുകൾ വണ്ടി ഓടിക്കുന്നു. ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞവർ വണ്ടി ഓടിക്കുന്നു. അങ്ങനെ ഒരു ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശമാണ് നമ്മൾ പുറത്തുവിട്ടത്. എന്തായാലും ഈ കാര്യത്തിൽ നമ്മൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം ദുബായിലായിരുന്നു. അദ്ദേഹത്തിന് ടെലിഫോണിൽ കിട്ടി. അദ്ദേഹം കർശന നടപടി സ്വീകരിക്കുമെന്ന് രാത്രി തന്നെ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിനെയും പോലീസിനെയും ഇത് അലർട്ടാക്കി. ഇന്ന് രാവിലെ മുതൽ കെ.ബി. ഗണേഷ് കുമാറിന് ഒരു സന്ദേശം കിട്ടി. പ്രൈവറ്റ് ബസ്സുകളിൽ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തും. അതിനുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ലഹരി ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തിയാൽ ആ നിമിഷം ലൈസൻസ് റദ്ദാക്കാനും അദ്ദേഹം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ധീരമായ തീരുമാനം ശ്രീ കെ.ബി. ഗണേഷ് കുമാർ. താങ്ക് യു. കാരുണ്യയാത്രയുടെ പേരിൽ പണം പിരിച്ച് ഡ്രൈവർ MDMA വാങ്ങിയെന്ന ഞെട്ടിപ്പിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇന്നലെ പുറത്തു വന്നത്. ആലുവയിലെ ചങ്സ് ഡ്രൈവേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു സന്ദേശമിട്ടത്. 24 വാർത്ത പുറത്തുവിട്ടതോടെ ഗൗരവം തിരിച്ചറിഞ്ഞ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഇടപെടൽ. ഇന്നു മുതൽ പ്രത്യേക പരിശോധനയ്ക്കായി സ്ക്വാഡ് രൂപീകരിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജുവിനാണ് ചുമതല. വാട്സപ്പ് സന്ദേശം കൃത്യമായി പരിശോധിക്കും. സ്വകാര്യ ബസ് ജീവനക്കാർ ലഹരി ഉപയോഗിച്ചോ, ഉണ്ടെങ്കിൽ എവിടെ നിന്ന്, എങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും. എക്സൈസിനെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ പരിശോധന. ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ ഇതുവരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ റദ്ദാക്കും. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കർശന നടപടിയിലേക്ക് കടക്കുക. കണ്ടക്ടർമാരിൽ പലർക്കും ലൈസൻസ് ഇല്ലെന്നും ജീവനക്കാർ കഞ്ചാവ് ഉപയോഗിച്ചാണ് ബസ്സിൽ കയറുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജീവനക്കാരുടെ വാട്സപ്പിൽ നിന്ന് തന്നെ ചോർന്നത്. 24 കൊച്ചി. എന്തായാലും മാത്രമല്ല, ആളുകൾ സഞ്ചരിക്കുന്ന വണ്ടിയിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളത് വണ്ടി കയറാൻ ആളുകൾ മടിക്കാൻ കാരണമാകും. അതുകൊണ്ട് അതിനൊരു പരിഹാരം മന്ത്രിയുടെ ലെവലിൽ തന്നെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഒരു 24 ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ അഭിമാനപുരസ്സതിനെ കാണുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.